ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഒരു കൊച്ചു ഷോപ്പിംഗ് വീഡിയോ ആണ്. ഭയങ്കര ആർഭാടകരമായ ഷോപ്പിംഗ് ഒന്നുമല്ല, അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതിനിടെ ടൗണിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഇറങ്ങി. ഇപ്പൊ സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. രണ്ടുപേർക്കും ഓരോ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. ഞായറാഴ്ച മാത്രമേ രണ്ടുപേരും ഒന്നിച്ചുണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് അങ്ങോട്ട് ഇറങ്ങിയത്. ഞങ്ങൾ ഓർത്തത് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും, നിന്ന് തീരാ സ്ഥലം കാണത്തില്ലെന്നൊക്കെയായിരുന്നു. പക്ഷേ ടൗണിൽ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറി. ഇവിടെ വന്നത് മെയിനായിട്ട് എനിക്ക് 2-3 കുർത്ത ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് കൂടുതലും ഉള്ളത് ഈ ക്രോപ്പ് ടോപ്പും ചെറിയ ബനിയനൊക്കെയാണ്. ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് 1-2 ചുരിദാർ പോലത്തെ ടോപ്പൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടായിരുന്നു. അങ്ങനെ ചേട്ടായി ഞാനും കൂടെ മാറി മാറി പരതി 1-2 ടോപ്പൊക്കെ എടുത്തിട്ട് ട്രയൽ റൂമിൽ പോയി. ഇത് പരതിയൊന്നും അല്ല, നോർമൽ കുർത്ത ടോപ്പാണ്. പക്ഷെ എനിക്ക് സൈസ് വലുതാണ് ഇതിന്റെ. കാര്യം എനിക്ക് കടയിലൊന്നും പോകുന്ന എന്റെ അളവിലുള്ള ഡ്രസ്സ് ഒന്നും കിട്ടാറില്ല. കൂടുതലും വലുത് എടുത്തിട്ട് ഞാൻ ചെറുതാക്കി എടുക്കാറാണ് പതിവ്. അങ്ങനെ സൈസിന് പറ്റിയതല്ല, വലുത് തന്നെ 1-2 ഒക്കെ എടുത്ത് വീട്ടിൽ പോയി ചെറുതാക്കി എടുക്കാൻ നോക്കിട്ട് അങ്ങനെ ഒരു 1-1.5 മണിക്കൂറോളം ഞങ്ങൾ തുണിക്കടയിൽ പ്രയാണം നടത്തി. കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് രണ്ടുപേർക്കും ഓരോ ജോഡി ചെരുപ്പും പിന്നെ റെയിൻകോട്ടും വാങ്ങിക്കാനായിരുന്നു. കടയിലൊക്കെ വന്ന് ചെരുപ്പ് എടുക്കുമ്പോഴും കൂടുതൽ ഈ ഷോപ്പിൽ തന്നെയാണ് നമ്മൾ വരാറുള്ളത്. പിന്നെ രണ്ടുപേർക്കും ഓരോ റെയിൻകോട്ടൊക്കെ വാങ്ങിച്ച്. ഞാൻ ഇതുവരെ റെയിൻകോട്ട് ഇട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് എനിക്ക് റെയിൻകോട്ട് വാങ്ങിക്കുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇവിടെ ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ചേട്ടായി ബീഫ് ബിരിയാണിയും ഞാൻ ബീഫ് ബിരിയാണിയും ചേട്ടായി ചിക്കനും ആണ് വാങ്ങിച്ചത്. പിന്നെ ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി അത്ര കൊള്ളത്തില്ലായിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. ഒരാൾ ഇവിടെ ഭയങ്കര പരിഷ്കാരിനെ പോലെ സ്പൂണൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ 2 ലൈമും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ നിർത്തിട്ട് രണ്ടുപേരും വിഷമിച്ചിരുന്നാണെങ്കിൽ അതൊക്കെ കഴിച്ചു തീർത്തിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിരിക്കുവായിരുന്നു. അപ്പൊ ചേട്ടാ വരെ നമുക്കൊന്ന് കണ്ണാടിയൊക്കെ നോക്കാനായിട്ട് പോകാം. വലിയ ഷോപ്പിലൊന്നും അല്ല, ഇവിടെ ആലപ്പുഴ തന്നെ ആലഞ്ചോടിന്റെ അവിടെയായിട്ട് വില കുറവിൽ ഇങ്ങനെ കണ്ണാടി വാച്ചൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി നോക്കി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയൊരു പണി കിട്ടി. നല്ല പെരുമഴ പെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഒരു ബസ് സ്റ്റോപ്പിന്റെ അവിടെ കയറി നിന്നിട്ട് മഴയൊക്കെ കുറഞ്ഞപ്പോഴാണ് പിന്നെ യാത്ര തുടങ്ങിയത്. അങ്ങനെ മഴയൊക്കെ കൊണ്ട് തണുപ്പടിച്ചപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഓരോ ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ബജ്ജിക്കട കയറിയിട്ട് ബജ്ജിയും ചായയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ അടുത്ത മഴ പെയ്യുന്നതിന് മുമ്പ് വീഡിയോ പിടിക്കാൻ ഓർത്ത് നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പൊ ഞങ്ങളുടെ ചെറിയ വലിയ ഷോപ്പിംഗ് വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.